ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ദുബായിലെത്തി. വെക്കേഷനൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. അപ്പം ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. സിമ്പിൾ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ മീനില്ലാതെ ഇങ്ങനെ മീൻകറി ഉണ്ടാക്കാൻ. മീൻകറിയുടെ തേങ്ങ അരച്ച മീൻകറി, അതിൻ്റെ അതേ ടേസ്റ്റിൽ ചോറിന് ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, അത്രക്കും ടേസ്റ്റിൽ. പക്ഷേ വെജിറ്റബിൾ നമ്മൾ പകരം പച്ചക്കായ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എങ്ങനെ ചെയ്യാൻ നോക്കാം. സിമ്പിളാണ്. ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫിനിഷ് ആവും കേട്ടോ. നമ്മുടെ മീനില്ലാത്ത മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാൻ മീനിന് പകരം ഇവിടെ എടുത്തത് ഒരൊറ്റ പച്ചക്കായാണ്. ഒരു പച്ചക്കായ ഞാനൊന്ന് പീൽ ചെയ്ത് വെച്ചുകൊണ്ട് മേലത്തെ ഇതിനൊന്ന് നമുക്ക് കട്ട് ചെയ്തിടാം. ഒന്നിതാ 4 പീസാക്കുക. എന്നിട്ട് ഈ ഒരു വലുപ്പമൊക്കെ കുറച്ച് വേണമെങ്കിൽ ചെറുതാക്കുകയും ചെയ്യാം, വലുതാക്കുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തിടാം. ഓക്കെ, വെള്ളത്തിലേക്ക്. അപ്പോൾ കറയുണ്ട്, കറയൊക്കെ നമുക്ക് പോകും. ഇത്രയും മതി കേട്ടോ, ഒറ്റൊരു പച്ചക്കായ മതി. ഇതാ വെള്ളത്തിലേക്ക് ഞാൻ അരിഞ്ഞിട്ടുണ്ട്. പീൽ ചെയ്തതിന് ശേഷം ഒന്ന് ഇതിലൊക്കെ ഇട്ട്. അപ്പോൾ പച്ചക്കായുള്ള കറയൊക്കെ അങ്ങ് വെള്ളത്തിലേക്ക് അങ്ങ് പോയിക്കോളെ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളി, കുറച്ച് കരിവേപ്പില, കുറച്ച് പച്ചമുളകാണ്. തക്കാളിയും നമുക്ക് അരിഞ്ഞിടും. ഇനി ഇതാ മീൻകറി ഉണ്ടാക്കുന്നൊരു ചട്ടി വെച്ചുകൊണ്ട് അതിലേക്ക് ഞാൻ എടുത്തു വെച്ച് തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കേ. അപ്പോൾ തക്കാളി അരിഞ്ഞിട്ട് കൊടുത്ത്, വലിയൊരു തക്കാളി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു 4 പച്ചമുളക് നമുക്ക് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ വെളുത്തുള്ളി വേണ്ട, ഇഞ്ചി വേണ്ട, ഒന്നും വേണ്ട. സിമ്പിളാണ്. പക്ഷെ നിങ്ങൾ മീൻകറി ഉണ്ടാക്കുന്ന മീൻകറിയുടെ തേങ്ങരച്ച മീൻകറിയുടെ അതേ ടേസ്റ്റിലുള്ളൊരു കറിയാണ്. കരിവേപ്പില ചേർത്തി കൊടുക്കണ്ടേ. വഴറ്റിയിട്ടൊന്നുമല്ല വെക്കുന്നത്, ഡയറക്റ്റ് കുഴച്ചിട്ടാണ് വെക്കുന്നത്. സിമ്പിൾ കറിയാണ്. ഇതിലും സിമ്പിളായിട്ടുള്ളൊരു കറിയില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും അതിൻ്റെ മുമ്പതാ ഒരു നുള്ള് ഉലുവ ചേർത്തി കൊടുക്കും. നമ്മൾ മീൻകറി ചേർത്തതും പോലെ തന്നെ ഉലുവ ചേർത്തിൻ്റെ ഒരു 1/4 ടീസ്പൂണും ഇല്ല, അതിൻ്റെയും പകുതി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി. ഇതിൽ കാശ്മീരി കൂടി ഇത്തിരി കൂടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്ത്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു 1/2 to 1/4 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ പച്ചക്കായ മുറിച്ചിട്ടത് ഇതിൻ്റെ കൂടെ ചേർത്തി കൊടുക്കുക. പിന്നെ അതാ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തി കൊടുക്കുക. ഇനി കല്ലുപ്പുണ്ടെങ്കിൽ അത് ചേർത്തി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞത് കുറച്ച് പുളിവെള്ളവും തേങ്ങയും. അതിപ്പോൾ വേണ്ട, ഇപ്പം ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്ലൗസ് ഇടുവാണെങ്കിൽ ഗ്ലൗസ് ഇട്ടോളൂ. ഞാൻ ഗ്ലൗസ് ഒന്നുമില്ല. ആ ഒരു കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി കുഴയ്ക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ കുഴയ്ക്കുമ്പോൾ ടേസ്റ്റ്. ഇതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാലും നല്ലതാണ്. ഞാനിപ്പോൾ വെള്ളം അധികം വെച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെള്ളവും ചേർത്തിട്ട് അടിച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇതാ നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തെടുക്കുക, ഫ്ലെയിം ഓൺ ചെയ്തെടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്തു, അടിച്ചു വെച്ചു. ഒരു പെട്ടെന്ന് ഈ കായ് വേവുന്നൊരു ടൈം മതി കേട്ടോ. പച്ചക്കായ വേവുന്നൊരു ടൈം മതി നമ്മളെ കറിയാവാൻ. ആ സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് ശരിയാണ്. ഇനി ഇതാ ഞാൻ പറഞ്ഞല്ലോ, തേങ്ങ വേണം. ഒരു 1/2 കപ്പ് തേങ്ങ അളന്നാൽ നമ്മളെ കപ്പിൽ 1/2 കപ്പ് തേങ്ങ എടുത്ത്. വലിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയതാണ് 2 ചുള എടുത്തു. പിന്നെ ഇത് ഓപ്ഷണലാണ്. മീൻകറിയിലൊക്കെ ചെറിയ ജീരകം ചേർക്കുന്നില്ലേ, നമ്മൾ ഹോട്ടലിൽ നമുക്ക് കഴിക്കുമ്പോൾ ചേർക്കാറുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി അത്രേ ഉള്ളൂ കേട്ടോ. ഒരു നുള്ള് ജീരകം കൂടെ എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്യുക. ഇതൊന്ന് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട്. സാധാരണ മീൻകറിക്കൊക്കെ അരയ്ക്കുമ്പോൾ തന്നെ നമ്മളെ കറി വെന്തോന്ന് നോക്കാം. പച്ചക്കായ വെന്തോന്ന് നോക്കാം കേട്ടോ. നമ്മളെ പച്ചക്കായൊക്കെ ഇതാ നല്ല പോലെ വെന്തുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതേപോലെ ഞാൻ തേങ്ങ അരച്ചും വെച്ചിട്ടുണ്ട്, അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. പുളി ഒഴിച്ചതിന് ശേഷം നമ്മൾ കറി ഒന്ന് തിളച്ച് ചേർട്ടെ. എന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കേ. അപ്പോൾ ഇതാ പുളിയൊക്കെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ അരച്ചത് ചേർത്തി കൊടുക്കേ. മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് നല്ല കട്ടി തോന്നുകയാണെങ്കിൽ കുറച്ച് തേങ്ങൻ്റെ കൂട്ടത്തിൽ കുറച്ചുകൂടി വെള്ളം കൂടെ ഒക്കെ ചേർത്തിട്ട് ഒഴിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് കറക്റ്റാണ്. ഒരു ഇത്തിരി കണ്ടോ തേങ്ങ ഉണ്ട്, അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒഴിച്ചെടുക്കട്ടെ.
ഇനി ഒന്ന് തിളച്ച് വരട്ടെ. നല്ലോണം തിളക്കേണ്ട, അവിടെ ഇവിടെ ഒക്കെ ഒന്ന് തുള്ളി കൊടുത്താൽ മതി. ആ സമയത്ത് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കണ്ടേ. അതേപോലെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് വറവിടേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കറി ഒന്ന് നല്ല തള വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അത്രേ ഉള്ളൂ കേട്ടോ. അടിപൊളി കറിയാണ്. ഈ പച്ചക്കായക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പകരം വെണ്ടയും ചേർത്തി കൊടുക്കാം. കുറച്ച് ഒരു നീളത്തിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. വെണ്ട ആകുമ്പോൾ ആദ്യം ചേർക്കണമെന്നില്ല, ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ആ മുളകും തക്കാളിയൊക്കെ ഒന്ന് തളിച്ചതിന് ശേഷം വെണ്ട ഇട്ട് കൊടുത്താലും മതിയേ. വെണ്ടയ്ക്ക് തീരെ വേവില്ലല്ലോ, പെട്ടെന്നാവുമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം എല്ലാവരും കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഒരു ദിവസം മീൻ കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾക്ക് മീൻ കൂട്ടാത്ത ഒരു ഇതും ഉണ്ടാവില്ല. അതേപോലെ മീൻ കഴിക്കാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ചോറിന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. മീൻകറി പോലെ തന്നെയാണ്. മീൻ എടുക്കാൻ കഴിക്കാൻ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, പകരം പച്ചക്കായ മാത്രമേ കിട്ടുള്ളൂ എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ തള വന്നു തുടങ്ങി, തീ ഓഫ് ചെയ്തു. ചട്ടിയിൽ നിന്നായതുകൊണ്ട് തന്നെ ഇനി ഒന്ന് തിളയ്ക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.